എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വിവാഹ പൊരുത്തങ്ങൾ നോക്കുമ്പോൾ പലരും എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് രണ്ട് ജാതകങ്ങൾ ചേർക്കുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്? അപ്പോൾ പലരുടെയും വിചാരം നക്ഷത്ര പൊരുത്തം മാത്രം മതി വിവാഹ കാര്യത്തിന്, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ വിവാഹത്തിന് യോജിപ്പിക്കാം എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേർക്കുമ്പോൾ വിവാഹ കാര്യത്തിനാണെങ്കിൽ അതിൽ ദശാസന്ധി ദോഷം, കുജദോഷം, പാപസാമ്യം, സ്ത്രീദൈർഘ്യം എന്നീ കാര്യങ്ങൾ, അല്ലെ ശുദ്ധജാതകമാണോ എന്നീ കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് വേണം നക്ഷത്ര പൊരുത്തം എടുക്കാൻ. അതല്ലാതെ നക്ഷത്ര പൊരുത്തങ്ങൾ മാത്രം എടുത്ത് നമ്മളൊരു വിവാഹത്തിന് അത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുജദോഷത്തിനും പിന്നെ ദശാസന്ധി ദോഷത്തിനും അല്ലെങ്കിൽ പാപസാമ്യം ഇതൊന്നും ചേരാതെ വരുമ്പോൾ അത് വലിയ ദുരിതത്തിലേക്ക് മാറുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കൂടെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ രണ്ട് ജാതകങ്ങൾ കൂട്ടിച്ചേർത്ത് വിവാഹങ്ങൾ നടത്താൻ പാടുള്ളൂ. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വിവാഹ പൊരുത്തത്തിന് നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ നക്ഷത്ര പൊരുത്തം മാത്രം നോക്കി വിവാഹത്തിന് സമ്മതിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം ചിലപ്പോൾ വളരെ ദോഷം ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ കുജദോഷം ഉണ്ടെങ്കിൽ, അതായത് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ചൊവ്വാദോഷമുള്ള ജാതകങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ പറ്റുള്ളൂ. ശുദ്ധജാതകമാണെങ്കിൽ ശുദ്ധജാതകം തന്നെ വേണം വിവാഹത്തിന്. അതുപോലെ ദശാസന്ധി ദോഷം ഉണ്ടെങ്കിൽ ശിവ പൂജകളും മഹാദേവന് പ്രത്യേക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും മൃത്യുഞ്ജയ ഹോമവും ഒക്കെ ആ സമയത്ത് കാലയളവിൽ നടത്തുന്ന ഉറപ്പുണ്ടെങ്കിലേ ദശാസന്ധി ദോഷമുള്ള രണ്ട് ജാതകങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ ഓരോന്നിനും അതിൻ്റെ പറ്റുന്നത് നോക്കിയിട്ട് വേണം യോജിപ്പിക്കുക, അല്ലെങ്കിൽ അതൊരു ദുരിതത്തിലേക്ക് പോകും. എല്ലാവർക്കും മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.